ത്രികോണമധ്യേ വടിവിൽ തെറ്റി ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി ദ്വിജ ദ്വിജ ഭുജ ഭുജ ദ്വിഭുജ തെറ്റി. ഇപ്പൊ ഇൻസ്റ്റ തുറന്നതിന് ഏത് റീൽസിനും ഈ ഒരു സോങ് ആണ്. അത് സന്തോഷമുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും അയച്ചിരിക്കാം. അപ്പൊ നോക്കിയാലും നീ ആളോട് ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോ സന്തോഷമുണ്ട്. തെറ്റി പാടിയപ്പോ എത്ര തവണ തെറ്റി പാടിയപ്പോ കുറെ തവണ തെറ്റിയിട്ടുണ്ടാവും. കാരണം സത്യം പറഞ്ഞ ഇതിന്റെ ലിറിക്സ് ഞാൻ കാണുന്നത് അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. മ്യൂസിക് പ്രൊഡ്യൂസർ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് എത്തുന്നത്. പ്രൊഡക്ഷൻ സൈഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ സ്റ്റുഡിയോയിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാടുന്നത് കേട്ടിട്ടായിരിക്കണം ചേട്ടൻ ഇതിങ്ങനെ പാടാൻ വിളിച്ചു. ആദ്യം മാമ മീനാക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു പാടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എടാ ഈ പാട്ടും കൂടി ഉണ്ട് തെറ്റി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ അതും ഭാഗവതരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേറൊരു ടോണിൽ പാടണം എന്ന് പറഞ്ഞു. ശരിക്കും ഈ ലിറിക്സിന്റെ മീനിങ് എന്താ? ശരിക്കും ഇതിന്റെ മീനിങ് എനിക്ക് അറിയില്ല. കണക്ക് ചിലപ്പോൾ നമുക്ക് പൊതുവെ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഈ ഒരു കണക്ക് പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണക്ക് പാട്ട് തെറ്റി സോങ്ങിന്റെ സിംഗറാണ് എൻ്റെ കൂടെയുള്ളത്, നീരജ് രമേശ്. ഹായ് നീരജ്. ഹായ്. ശരിക്കും എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക് സിംഗിങ് ഫീൽഡിലേക്ക് എത്തിയത്? ഞാൻ ആക്ച്വലി സിംഗിങ് ഫീൽഡിലേക്ക് വരണം എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ കുറച്ച് പാടും. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ കോളേജിലും BA മ്യൂസിക് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ പക്ഷെ അങ്ങനെ അതൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലും എന്താ പാട്ടിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണ് കൂടുതൽ ആ സമയത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സിംഗിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹാരാജാസിലാണ് BA മ്യൂസിക് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ മ്യൂസിക് പോർട്ടിൽ ഹെൻറി സാറിൻ്റെ അടുത്താണ് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ചത്. അങ്ങനെ ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അപ്പോഴും പ്രൊഡക്ഷൻ സൈഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. പാട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പാട്ട് പാടാം അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ സ്റ്റുഡിയോയിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാടുന്നത് കേട്ടിട്ടായിരിക്കണം ചേട്ടൻ ഇതിങ്ങനെ പാടാൻ വിളിച്ചു. അപ്പോഴും എനിക്കറിയില്ല ഞാനിത് പാടുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ട്രാക്കൊക്കെ പാടാൻ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താ പറയാ ഇത് നീ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതല്ലായിരുന്നു ആദ്യം പാടിയത്. ആദ്യം മാമ മീനാക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു പാടിയത് സ്കോറിന് വേണ്ടിയിട്ട്. അത് പാടിക്കഴിഞ്ഞ് അപ്പൊ അത് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. പക്ഷെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചിരിച്ചു. അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എടാ ഈ പാട്ടും കൂടി ഉണ്ട് തെറ്റി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ അതും ഏകദേശം ഇങ്ങനെ എന്താ പറയുക ഒരു ഭാഗവതരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേറൊരു ടോണിൽ പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും പാടാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തി. അതെ. അപ്പൊ ഇത് നമ്മൾ വിചാരിച്ച സാധനം അല്ല നമ്മൾ ചെയ്തത്. അപ്പൊ ആദ്യമായിട്ട് ലിറിക്സ് കണ്ടപ്പോ എന്താ തോന്നിയത്? ഓ മൈ ഗോഡ്. ആദ്യമായിട്ട് സത്യം പറഞ്ഞ ലിറിക്സ് കണ്ടില്ല. ആദ്യം ഇതിന്റെ ഒരു റഫ് വേർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ജസ്റ്റ് ഇത് കമ്പോസ് ചെയ്ത് എന്താ പറയാ, അതായത് ഇതിന്റെ ലിറിക്സ് ഒക്കെ എഴുതുന്ന ആ ഒരു സമയം. അപ്പോൾ ഒരു റഫ് വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ജിബറിഷ് ആയിട്ടാണ് ആ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ ലൈക്ക് ലിറിക്സ് ഒന്നും പ്രോപ്പറായിട്ട് അങ്ങനത്തെ ലിറിക്സ് അല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത് ലിറിക്സ് എല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ ഇതിൻ്റെ ലിറിക്സ് ഞാൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞെടുക്കും. അതായത് വെറുതെ പോലും പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതെ, ബുദ്ധിമുട്ടായിരുന്നു ആദ്യം കണ്ടപ്പോൾ. പക്ഷെ പിന്നെ അത് ക്രാക്ക് ചെയ്തെടുത്തു. അതെ. ശരിക്കും ഈ ലിറിക്സിന്റെ മീനിങ് എന്താ? ശരിക്കും ഇതിന്റെ മീനിങ് എനിക്ക് അറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് എന്നാണ് ഞാനും മീനിങ് മനസ്സിലാക്കിയത്. പക്ഷെ പാടാൻ നേരത്തപ്പോ മീനിങ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പാടാൻ നേരത്ത് മീനിങ് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കണം ആ പാട്ടിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ജസ്റ്റ് ചേട്ടൻ അത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. അതിന് ചേട്ടൻ ഇങ്ങനെ പാടി അത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പാടി തന്നു. അപ്പൊ അതിങ്ങനെ മനസ്സിലാക്കി അത് പാടി. ഇപ്പോഴും അതിന്റെ മീനിങ് അറിയോ? അത് വായിച്ചിട്ട് ഞാൻ മീനിങ് മനസ്സിലാക്കി. ഞാൻ പിന്നെ പറഞ്ഞില്ല, വായിച്ചിട്ട് പിന്നെ. അതെ. ഓക്കെ. ഇപ്പൊ ഇൻസ്റ്റ തുറന്നതിന് ഏത് റീൽസിനും ഈ ഒരു സോങ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്? എന്താണ് എവിടെ നോക്കിയാലും നമ്മുടെ സൗണ്ടാണ്. അത് സന്തോഷമുണ്ട്. എന്താ പറയാ, ഇങ്ങനെ ഈ പാട്ടിങ്ങനെ കുറെ പേര് കേൾക്കണതിൽ ഇപ്പൊ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും അയച്ചിരിക്കും. അപ്പൊ നോക്കിയാലും നീ ആളോട് ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോ സന്തോഷമുണ്ട്.
ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട്, അതായത് ഈ ഫസ്റ്റ് സോങ് പാടി എന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ ആ ഒരു രീതിയിലേക്ക് പോയി എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ എത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ആസ് എ ബിഗിനർ ഞാൻ ചോദിക്കുകയാണ്. സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, എല്ലാവരെയും പോലെ. എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ച് പിന്നെ ഇങ്ങനെ കുറേ ചെറിയ 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 വർക്കുകളായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് വരെ എത്താനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, ആദ്യം തെറ്റി ഞാൻ പാടാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ? വീട്ടുകാരാണോ, ഫ്രണ്ട്സ് ആണോ? തെറ്റി പാടാൻ പോകണമെന്ന് ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഇതെന്താ സംബന്ധിച്ച് ആ സമയത്ത് കൂടുതലും സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകണതൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഈവൻ തെറ്റി പാടി കഴിഞ്ഞ് പടം റിലീസായി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയുന്നത്, അമ്മേ ഞാനിങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചാൽ ഇത് ഞാൻ തന്നെ പാടും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇത് വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പാടുമെന്നൊക്കെ. പിന്നെ അതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും അച്ഛനും വെറുതെ ഒരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഈവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരത്തൊന്നും പറഞ്ഞില്ല. ആകെ ജസ്റ്റിൻ ചേട്ടനെ അറിയാം, എനിക്കറിയാം, പിന്നെ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് അറിയാം. അങ്ങനെ അത്ര മാത്രം അറിയില്ലായിരുന്നു. ഇപ്പൊ എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞു തുടങ്ങിയില്ലേ എല്ലാരും? ഇല്ല, അറിഞ്ഞു തുടങ്ങണേ ഉള്ളൂ. ഇപ്പോഴും അറിയില്ലേ? ഇല്ല, അതെന്താ വെച്ചാല് കുറെ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിടുമായിരുന്നു. പിന്നെ പാട്ടൊന്നും പാടിയിട്ടില്ലൊന്നുമില്ല, ഡെഡായിരുന്നു പ്രൊഫൈലൊക്കെ. അപ്പോൾ പിന്നെ അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നത് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്നതായിട്ടാണ് ഫ്രണ്ട്സ് കാണുന്നതൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർ വിചാരിച്ചു തെറ്റിയിൽ ഞാൻ എന്തെങ്കിലും മ്യൂസിക് പ്രൊഡക്ഷൻ ആ ഒരു ഏരിയയിൽ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഇപ്പോഴും കുറേ പേര് അങ്ങനെ വിചാരിച്ചിരിപ്പുണ്ടാവും. ഇടണം പയ്യെ. ഓക്കെ, കുറെ കമന്റ്സ് ഞാൻ വായിച്ചിരുന്നു. അതിലൊരു കമന്റ് ആണ് നെടുമുടി വേണുചേട്ടന്റെ വോയിസ് പോലെ ഉണ്ടല്ലോ എന്ന്. ആ കമന്റ് എന്തായാലും കണ്ടു കാണും. സോ അത് കണ്ടപ്പോൾ ശരിക്കും എന്താ തോന്നിയത്? സത്യം പറയാം, എനിക്ക് സന്തോഷമായി. ഒട്ടും എന്താ പറയാ, അങ്ങനെ ഒരു സൗണ്ട് വേണമെന്നോ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്താ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു മിമിക്രി കാണിച്ചിട്ടാണ് ഈ സൗണ്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെ വന്നു പോയതാണ്. പക്ഷെ സന്തോഷം. അതെ, അതുപോലെ തന്നെ ജഗതി ചേട്ടനെ പോലെ പാടുന്നു എന്നുള്ളൊരു അതും ഞാൻ കണ്ടിരുന്നു. ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ ജഗതി ചേട്ടന്റെ ഒരു റീലും കണ്ടിരുന്നു ഇങ്ങനെ പാടുന്നതിന്റെ ഈ പാട്ട് വെച്ചിട്ട്. അതെ അതെ, സന്തോഷം. കൂട്ടം കൂടി. ഇനി അടുത്തതൊരു സെഗ്മെന്റ് ആണ്, തെറ്റി എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, തെറ്റിപ്പോയ ഒരു ലൈഫിലെ ഡിസിഷൻ. തെറ്റിപ്പോയ ലൈഫിൽ കുറെ ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്ന് ഈ അടുത്ത് അങ്ങനെ ഫുഡ് കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കില്ലേ? അത് തെറ്റിപ്പോയി. കടയുടെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ കഴിക്കണ്ടായിരുന്നു പലവട്ടം തോന്നിയ കടകളുണ്ട് ഉറപ്പായിട്ടും. ഓ അങ്ങനെ. അല്ലാതെ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും? കുറെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യണതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, തെറ്റിപ്പോയ ഒരു സോങ്. തെറ്റിപ്പോയ സോങ് പാടിയിട്ട് അതിങ്ങനെ എപ്പോഴും പറ്റാറുണ്ട്. അതായത് ഇപ്പോൾ പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കോളേജ് സമയത്ത് ഇങ്ങനെ പാടാനും അതിങ്ങനെ ലൈവ് ഷോസ് ഒക്കെ പോകുമായിരുന്നു ബാൻഡൊക്കെ ആയിട്ട്. മിക്ക പാട്ടും, ഞാൻ എല്ലാ പാട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറിക്സ് വെച്ചിട്ടായിരിക്കും പാടുന്നത്. പക്ഷെ എന്നാൽ പോലും ലിറിക്സ് നോക്കിക്കൊണ്ട് ഞാൻ അതിൽ തെറ്റിക്കുമായിരുന്നു. മനഃപൂർവ്വമല്ല, തെറ്റിപ്പോണതാണ്. തെറ്റിപ്പോയ വാക്കുകൾ. ചിലപ്പോൾ ചില വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളായിരിക്കില്ല പറയുന്നത്. അങ്ങനെ തെറ്റിപ്പോവാറുണ്ട്. എനിക്ക് എക്സാമ്പിൾ ഒന്നും പെട്ടെന്ന് വരണില്ല. പക്ഷെ എന്നാലും ചില കടുകട്ടി വാക്കുകളൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് പറയുമല്ലോ ആരുടെങ്കിലും അടുത്ത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ തെറ്റി. എക്സാമ്പിൾ പറയോ വാക്കിന്റെ? എക്സാമ്പിൾ ഓർമ്മ വരുന്നില്ല, അതാണ്. ഇടയ്ക്ക് വെച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്നിട്ട് അതങ്ങനെ പറയേണ്ടായിരുന്നു ആ സാധനമാണ്. അതും വരാറുണ്ട്. അതല്ലാതെ ഫ്രണ്ട്സ് ഈവൻ സ്റ്റുഡിയോയിൽ തന്നെ ചില സമയത്ത് ചില വാക്കുകളൊക്കെ ഞാൻ ചില ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളൊക്കെ ചില ചുമ്മാ അത് നമ്മൾ തമാശക്കുള്ള കോൺവെർസേഷനിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ തെറ്റിപ്പോവും ചില വാക്കുകളൊക്കെ. തെറ്റിപ്പോയ ആളുകൾ കുറെ പേരുണ്ട്, പേര് പറയാൻ പറ്റില്ലല്ലോ. അതെ. ഓക്കെ, അതായത് സാഹചര്യങ്ങൾ ഇപ്പൊ എന്താ, ഫ്രണ്ട്സ് ആയവരുണ്ട്. നമ്മളിപ്പോ എന്താ സ്കൂളിലൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ പയ്യെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പിന്നെ മൈൻഡ് ചെയ്ത് പോണവരുണ്ട്. പക്ഷെ അല്ലാത്തവരും ഉണ്ട്. അതായത് സ്കൂൾ മുതലേ ഇപ്പൊ വരെ ഉള്ള ഫ്രണ്ട്സുകൾ ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ. തെറ്റിപ്പോയ ഒരു വഴി കുറെ തെറ്റാറുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരെ വഴി തെറ്റിയായിരുന്നു. ഗൂഗിൾ മാപ്പ്. അതെ അതെ, ഗൂഗിൾ മാപ്പ് ഒരു പാലത്തിന്റെ പൊക്കത്തുനിന്ന് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഏതോ പാലത്തിന് ഇവിടെ ലെഫ്റ്റ് ഇല്ലല്ലോ, അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് പറ്റിയ ഒരു തെറ്റ്.
ആലോചിച്ചിട്ട് കിട്ടണ കിട്ടുന്നില്ല. ലേറ്റസ്റ്റ് ആണെങ്കിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒന്നും ചെയ്യണില്ല. ഇപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ ഒരു ബ്രേക്കിലാണ്. അപ്പൊ വീട്ടിലിരിക്കണം. അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഒന്നും തെറ്റാനായിട്ട് അങ്ങനെ ഇല്ലല്ലോ, ചാൻസ് ഇല്ല. അതെ. ഓക്കെ, തെറ്റി പാടിയപ്പോ എത്ര തവണ തെറ്റി? തെറ്റി പാടിയപ്പോ കുറെ തവണ തെറ്റിയിട്ടുണ്ടാവും. കാരണം ഞാൻ പാടി ഇങ്ങനെ വരുമ്പോ ഒന്നല്ലെങ്കിൽ ലിറിക്സ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ എന്താ പറയാ ടോൺ ചിലപ്പോ തെറ്റിപ്പോവും. കാരണം എന്താ വേറൊരു ടോണിലാണല്ലോ പാടുന്നത്. അപ്പോൾ അങ്ങനെ ടോൺ കുറെ പ്രാവശ്യം ഇങ്ങനെ തെറ്റും. അപ്പൊ ജസ്റ്റ് ഏട്ടൻ പറയും, എടാ ടോൺ പോയി ഒന്നുകൂടി എന്ന് പറയും. പിന്നെ ടോൺ ശരിയാക്കി പാടുമ്പോൾ ലിറിക്സ് തെറ്റും. അങ്ങനെയായിരുന്നു. തെറ്റി സോങ് ഇപ്പൊ ഒന്ന് പാടാവോ? ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ഭുജ ദ്വിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി. അടിപൊളി. ശരിക്കും ലിറിക്സ് എന്താ? ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ദ്വിജ 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 ഭുജ ഭുജ ദ്വിഭുജ. ഇതാ ഞാൻ പറഞ്ഞത്, പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റിപ്പോവും, ലിറിക്സ് വരും. ഭുജ ഭുജ ദ്വിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി. ജിബ്ര ആൾ ജിബ്ര അങ്ങനെ ഒരു സാധനം. അതെന്താ ഉദ്ദേശിക്കണ? ഓൾജിബ്ര ആയിരിക്കും കൂടുതൽ ആധികാരികമായിട്ട് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. നമ്മൾ ലിറിസിസ്റ്റ് വിനായകേട്ടന്റെ ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു ഇതിനു മുൻപ്, നമ്മുടെ ഒരു ആർജി തന്നെ. ആൻഡ് അതിൽ പറഞ്ഞിട്ടുണ്ടായി 2 സ്റ്റാൻജ, സോറി, ആ സോങ് കുറച്ച് കട്ട് ചെയ്തിട്ട് 2 സ്റ്റാൻജ ആക്കി മാറ്റിന്ന്. സോ അത് എന്തുകൊണ്ടാ കട്ട് ചെയ്തതെന്ന് അറിയോ? അത് എന്നെ സംബന്ധിച്ച് ഈ പാട്ട് സ്കോറിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സീൻ അനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് ഷോർട്ടാക്കി. തന്നെ ഫുൾ പാടി കഴിഞ്ഞിട്ടാണോ അത് കട്ട് ചെയ്തതോ? അല്ലല്ല, പാട്ടിന് ലിറിക്സ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്ത് അനുസരിച്ചിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് ശരിയാക്കണമായിരുന്നു. അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടാണ് പാടിയത്. എന്തായാലും ഈ തെറ്റി സോങ് അല്ലാതെ വേറെ ഏതൊക്കെ സോങ് പാടിയിട്ടുണ്ട്? ഇപ്പൊ പൈങ്കിളിയിലാണ് ഞാൻ പാടിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യം പാടിയത് മമ മീനാക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു തെറ്റി പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റിയുടെ തന്നെ വേറൊരു വേർഷൻ പോലെ മാറ്റ്സുഗു എന്ന് പറഞ്ഞൊരു ട്രാക്കാണ്, അതിലും പാടിയിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. വേറെ ഏതെങ്കിലും സിനിമകളിൽ പാടിയിട്ടുണ്ടോ? വേറെ പാടിയിട്ടുണ്ടെന്ന് വെച്ചാൽ കോറസൊക്കെ പാടാൻ അങ്ങനെ പാടിയിട്ടുണ്ട്. പൊന്മാനിലെ കൊല്ലം പാട്ടൊക്കെ. അതെ അതെ അതെ. അതുപോലെ ചില മൂവീസിൽ ഗിറ്റാർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. അത് ഏതൊക്കെ മൂവീസാന്ന് പറഞ്ഞുതരും? പൈങ്കിളിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഗിറ്റാറും ചെയ്തിട്ടുണ്ടല്ലേ? അത് ഈ പാട്ടുകളല്ല, സ്കോറിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും സ്കോറുകളിലാണ് ഗിറ്റാർ ചെയ്തിട്ടുള്ളത്. പിന്നെ പൈങ്കിളിയില്, പിന്നെ ദാവീദിലൊരു പാട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്കോറിലും ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് എ കൈൻഡ് എന്നായിരുന്നു ആ പാട്ടിന്റെ പേര്. പൊന്മാനില് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൈ ഫോഴ്സില് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീ 2 അതിലൊക്കെ ഇങ്ങനെ സ്കോറിന്റെ ഭാഗമായിട്ട്. സ്ത്രീ 2 ചെയ്തിട്ടുണ്ടല്ലേ? എന്നിട്ടാണ് ഇത് ആരോടും പറയാത്തെ. സ്ത്രീ 2 വരെ ചെയ്തിട്ട് ബോളിവുഡ് പടത്തിൽ വരെ ചെയ്തിട്ട് ഞാൻ പാടിയിട്ടൊന്നുമില്ല. അതൊക്കെ സിംപ്ലിസിറ്റി. അത് ചെയ്യാൻ പോയി പറഞ്ഞായിരുന്നോ ഫ്രണ്ട്സിനോടും വീട്ടുകാരോടൊക്കെ? ഇല്ല, ഞാനതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടില് നമ്മളൊക്കെ ആയിരിക്കണം. വീട്ടിലും അങ്ങനെ എന്താ പറയാ, വീട്ടിൽ ഇതിലൊക്കെ വർക്ക് ചെയ്തു എന്നല്ലാതെ എന്താ പറയാ ഇതിൽ ഗിറ്റാർ വായിച്ചു അങ്ങനെയൊന്നും വീട്ടിൽ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാവാറില്ല. ഇപ്പൊ വീട്ടുകാർക്ക് അറിയോ അതിലൊക്കെ ഗിറ്റാർ ചെയ്തിട്ടുണ്ടെന്ന്? സ്ത്രീ 2 ഇപ്പോഴും അറിയണ്ടാവില്ല. ഇല്ല, പാടി ഇതിൽ ഐ മീൻ ഈ പൈങ്കിളിയിൽ പാടിയത് അറിയാം. അതല്ലാതെ അതിൽ ചിലപ്പോൾ അവർ വിചാരിക്കണം, ലൈക്ക് അവർക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും അറിയായിരിക്കും. സ്കോറിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും അറിയാം. ഇതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശശുദ്ധി എന്താ? അതായത് ആരോട് പറയാതിരിക്കുന്നതിന് പിന്നിൽ? മനഃപൂർവ്വം പറയാത്തല്ല, എനിക്ക് പറയാൻ കുറച്ച് നാണമൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. നാണിക്കണെന്തിനാ ഇത്രയും കാര്യം ചെയ്തിട്ട് നാണോ? അങ്ങനെയല്ല, അങ്ങനെ ഇത് പറഞ്ഞു നടക്കണം അങ്ങനെയൊന്നും എനിക്ക് എന്താ പോലെയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത കാര്യം പറയണം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പോസ്റ്ററൊക്കെ ഇടുന്നുണ്ട്. അതല്ലാതെ അങ്ങനെ ചെയ്തു തുടങ്ങുന്നു. അതുകൊണ്ടാണ് നീരജിന്റെ ഇതുവരെ ഒരു ഇന്റർവ്യൂ പോലും, അതുകൊണ്ടാണ് ഫ്രണ്ട്സ് പോലും റെക്കഗ്നൈസ് ചെയ്യാത്തത്. നെക്സ്റ്റ് ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാ? ഇനിയിപ്പോ ജസ്നേട്ടനൊപ്പം തന്നെയാണ്. ചേട്ടന്റെ അടുത്ത ഓടും കുതിര ചാടും കുതിര, പിന്നെ ടിനിച്ചേട്ടന്റെ ഒപ്പം ഒരു മൂവി വരുന്നുണ്ട്. അതൊക്കെയാണ്. അതിലൊക്കെ പാടുവാണോ? അല്ലല്ല, ഞാൻ പ്രൊഡ്യൂസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാടണം എന്ന് ഇനി നെക്സ്റ്റ് ഒരു പടത്തിൽ പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ ആർക്കായാലും അത് ഉണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ പുറകെ അല്ലാതെ ഞാൻ കൂടുതലും പ്രൊഡക്ഷൻ സൈഡാണ്.
ഇത് താല്പര്യക്കുറവൊന്നുമല്ല, പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇങ്ങനെ ഇങ്ങനെ വരണല്ലേ, കാരണം ഒരുപാട് സിംഗേഴ്സ് ഇല്ലേ. കിട്ടിയാൽ സന്തോഷം. അതെ, പിള്ളേര് വളർന്നോട്ടെ, കിട്ടിയാൽ സന്തോഷം, അത്രേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന പാട്ടുകളാണെങ്കിലും സപ്പോസ് പാടുവാണെങ്കിൽ ഇനി പറയില്ല എല്ലാരോടും? പറയുമായിരിക്കും, അപ്പോഴും പറയാനൊന്നും പോലുള്ള അതൊക്കെ. എന്തായാലും നായകന്റെ കണക്കൂട്ടലുകൾ തെറ്റിയ ഒരു പാട്ടാണ് തെറ്റി. പക്ഷെ നമ്മുടെ തെറ്റി പാടിയ നീരജിന്റെ കണക്കുകൂട്ടലൊക്കെ ഇനി നല്ല അടിപൊളിയായിരിക്കട്ടെ. ഇനി ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ഫ്യൂച്ചറിലേക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ശരി.